ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. മത്തായി 8:4. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതാരോടും പറയരുത്. നമുക്ക് ഒരു വൈരുദ്ധ്യം തോന്നാൻ സാധ്യതയുണ്ട്. അന്നത്തെ സാമൂഹ്യ മത പരിസരങ്ങളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ അത്ഭുതാപകമായി ദൈവപുത്രന്റെ സ്പർശനത്തിലൂടെ സൗഖ്യം പ്രാപിച്ചത് ആരോടും പറയരുത് എന്ന് പറയുന്നതിൽ എന്താണ് രഹസ്യം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പലരോടും പറയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആരെങ്കിലുമൊക്കെ അറിയണം നമ്മൾ ചെയ്ത കാര്യം. ഒരു ചെറിയ സഹായം ചെയ്യുന്നത് പോലും കൊട്ടിഘോഷിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എല്ലാവരിലേക്കും എത്തിക്കാൻ മത്സരം കാഴ്ചവെക്കുന്ന ലോകത്ത് കർത്താവ് മാത്രമാണ് പറഞ്ഞത്, താൻ ചെയ്ത ഈ ഒരു കാര്യം നീ ഇതാരോടും പറയരുത്. എന്തായിരിക്കും കാരണം? രാജ്യത്തെക്കുറിച്ചല്ലാതെ രാജാവിനെ കുറിച്ച് ഉള്ള പ്രകീർത്തനങ്ങളൊന്നും ദൈവരാജ്യ ദർശനത്തിലില്ല. സുവിശേഷം വിശുദ്ധ മർക്കോസ് രചന ആരംഭിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവ് എന്നാൽ കുഷ്ഠരോഗിയോട് പറയുന്നത് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കണം. മോശ കൽപ്പിച്ച വഴിപാട് അവർക്ക് സാക്ഷ്യത്തിനായി കഴിക്കണം. അത് ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ അതിൻ്റെ ഒരു ക്രമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന കാര്യം പഴയ നിയമ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല. സൗഖ്യം ലഭിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ. ശുദ്ധി എന്നാണ് അതിന് പറയുക. അങ്ങനെ ശുദ്ധി പ്രാപിച്ച കുഷ്ഠരോഗി ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ശുദ്ധനായി തീർന്ന കുഷ്ഠരോഗി മശിഹ ലോകത്തിൽ ഉണ്ട് എന്നുള്ളതിന് പുരോഹിതന്റെ മുൻപിൽ സാക്ഷ്യം പറയുന്നു. 2 കാരണങ്ങളുണ്ട് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ. ഒന്ന്, ഒരാളെ ശുദ്ധനെന്നും അശുദ്ധനെന്നും പ്രഖ്യാപിക്കുന്നത് പുരോഹിതനായിരുന്നു. ശാരീരിക രോഗത്താൽ തള്ളപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവര് അശുദ്ധരാണ്. അതുപോലെ തന്നെ ആരാണ് പാപി എന്ന് മുദ്ര കുത്തുന്നതും പുരോഹിതനായിരുന്നു. അപ്പോൾ നിന്നെ അശുദ്ധനെന്ന് മുദ്ര കുത്തിയ പുരോഹിതൻ തന്നെ നിന്നെ കണ്ട് നീ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് മോശ കൽപ്പിച്ച വഴിപാട് കഴിച്ച് നീ ശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കണം. ഇതിനാണ് പുരോഹിതന്റെ അരികിലേക്ക് കടന്നു ചെല്ലാൻ കർത്താവ് പറയുന്നത്. ഒരു കുഷ്ഠരോഗിയെ വധിച്ച് തള്ളാനല്ലാതെ ശുദ്ധനാക്കാൻ യാതൊരു പുരോഹിതനോ മഹാപുരോഹിതനോ കഴിഞ്ഞിരുന്നില്ല. യേശു അവനെ തൊട്ടു. ഇത് വളരെ നാളുകൾക്ക് ശേഷം കുഷ്ഠരോഗിക്കുണ്ടായ ഒരു അനുഭവമാണ്. അവനെ അകറ്റി നിർത്താനല്ലാതെ സ്വാഗതം ചെയ്യാൻ ആരും വരുന്നത് അവൻ കണ്ടിട്ടില്ല. അവനെ കുഷ്ഠരോഗിയെന്ന് വിധിച്ച് പുറന്തള്ളിയ പുരോഹിതൻ അവൻ ശുദ്ധിയുള്ളവനെന്നും അവന്റെ സൗഖ്യം പൂർണ്ണമായതാണെന്നും ഏറ്റുപറയേണ്ടിയിരിക്കുന്നു.
ആരും അവനെ തൊടാതെ പുറന്തള്ളപ്പെട്ട കാലത്താണ് യേശു അവനെ തൊട്ടത്. ആ ഒരു സ്പർശം അവന്റെ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നിരിക്കാം. എത്രയോ നാൾ ആരെങ്കിലും തന്നെ ഒന്ന് തൊടാൻ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ടവൻ, ദൈവപുത്രനാൽ ആശ്ലേഷിക്കപ്പെടുന്ന ഏറ്റവും ആസ്വാദ്യകരമായ അനുഭവം. അവിടെ യേശു ചരിത്രം മാറ്റുകയാണ്. മോശയിക ന്യായപ്രമാണത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിനെ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് ശ്രമിക്കുന്നു. യേശുവിൻ്റെ കരമല്ലാതെ നമ്മുടെ ജീവിതത്തെ മടക്കി കൊണ്ടുവരാൻ മറ്റൊരു കരവും പ്രാപ്തമല്ല. നമുക്ക് നമ്മുടെ കഴിവുകൾക്കനുസരിച്ചും ധനത്തിനനുസരിച്ചും സ്വാധീനത്തിനനുസരിച്ചും എവിടെയെങ്കിലുമൊക്കെ ഒരു സ്പേസ് കണ്ടെത്താൻ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നമ്മൾ പുറന്തള്ളപ്പെട്ടവരായിരിക്കാം. ആ കർത്താവ് നമ്മളെ തൊടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. രാത്രിയിൽ അടിയങ്ങൾക്ക് നിദ്രയും വിശ്രമവും നൽകി സാധ്യതകളുടെയും നന്മകളുടെയും പുതിയ പുലരിയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും ഊർജവും ഒക്കെ നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ തിരുസാന്നിധ്യം പകരണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.